സോ ഇന്ന് നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. ഡിഫറൻസിയേഷൻ്റെ കോൺസെപ്റ്റ്സ് ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഫോർമുലാസ്. സാധാരണ എല്ലാവരും ഫോർമുലാസ് ചുമ്മാ ഓടിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. 14 ഫോർമുലാസ് നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ഉണ്ട്. ആ 14 ഫോർമുലാസിനും നിങ്ങൾക്ക് നല്ലൊരു കമാൻഡ് വേണം. ആ 14 ഫോർമുലാസ് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാമെന്ന് നോക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫോർമുലാസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് പ്രോബ്ലംസ്, ദെൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചെയിൻ റൂൾ പോലത്തെ കാര്യങ്ങൾ. ഇത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ നോക്കാം. സോ ലിസൺ കെയർഫുള്ളി. ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ. നോർമലി ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊരു ലേമാൻസ് കോൺസെപ്റ്റിൽ നോക്കാം, അതല്ല അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. ഞാൻ ആദ്യം അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം പറയാൻ വേറൊന്നുമല്ല. ഇപ്പോൾ സപ്പോസ് ദർ ആർ മെനി ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫംഗ്ഷൻസ് കാണുന്നതാണ് അല്ലേ? മാത്സിൽ ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ e⁻x ഒരു ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, log x എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഐറ്റമാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, sin x, tan x, cos x. ഇനി ഒന്നും വേണ്ട, പോളിനോമിയൽസ്. ഇതൊന്നും മനസ്സിലാത്തവർക്ക് പോളിനോമിയൽസ് x² + 2x² + 3x - 2 അല്ലെങ്കിൽ √x. ഇങ്ങനെ നിങ്ങൾക്ക് ദർ ആർ ലോട്ട് ഓഫ് ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസിൻ്റെ എല്ലാം പ്രത്യേകത നമ്മളിപ്പോൾ ബേസിക്കലി പറയുന്നത് y is depending upon x അല്ലേ? y is equal to something, y equal to something, y equal to something, y equal to something എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും y is depending upon x എന്ന്. അപ്പം ഞാൻ ഈ വൈനെ പെട്ടെന്ന് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും. വേരിയബിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വേരി ചെയ്യുന്നവനെയാണ് വി കോൾഡ് ആസ് വേരിയബിൾ അല്ലേ? അല്ലാത്ത എല്ലാവരും കോൺസ്റ്റന്റ് ആയിരിക്കും. മാറാതെ നിൽക്കുന്നവനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന മാക്സിൽ വിളിക്കുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് വൈ. ഈ എക്സിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വിളിക്കാം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഇനി ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്താണ്? ഞാൻ ലിമിറ്റ്സ് വെച്ചിട്ടല്ല പറയുന്നത്. ഡിഫറൻഷ്യബിലിറ്റിക്ക് വേറെ ഫോർമുലയുണ്ട്. ലിമിറ്റ് x ടെൻഡിങ് ടു 0, f(x - f(a)(x - a) എന്നൊക്കെയുള്ള ഫോർമുലാസ് ഒക്കെ വേറെ ഉണ്ട്. ഞാൻ പറയുന്നത് ബേസിക് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം തന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ആ വാക്ക് ഓർത്തിരിക്കണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ആ വാക്ക് നല്ലപോലെ ഓർത്തിരിക്കുക. ഈ ചാപ്റ്റർ തീരുന്നവരെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആരെയാണ്? ഡിപ്പെൻഡൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ ഒരു കാര്യം ഓർത്തിരുന്നാലേ ഈ ചാപ്റ്റർ കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എപ്പോഴും വൈയും എക്സും മാത്രം ഒബ്സസ്ഡ് ആവരുത്. പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കൂ. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് സംഭവം, ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ തരുന്ന ക്വസ്റ്റ്യൻ ഇതാണെന്ന് വെച്ചോ, സേ x = sin θ എന്ന് വെച്ചു, അല്ലെങ്കിൽ cos θ. വളരെ ഫേമസ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സർക്കിളാണ് x = cos θ, y = sin θ എന്നുള്ളത്. ക്ലിയർ? ഇങ്ങനെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ sin t അല്ല sin θ, സപ്പോസ് θ എന്ന് തന്നാൽ x ആ സമയത്ത് ഡിപ്പെൻഡൻ്റ് ആവുന്നു, തീറ്റ ആ സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നു. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എന്ത് വാല്യൂസ് വേണോ കൊടുക്കാം. അത് അനുഭവിക്കുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന, മീൻസ് എക്സിന് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തീറ്റ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ആളാണ് എക്സ്. സോ ഇതിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെ നമുക്ക് dx/dθ എന്നും ഇതിനെ നമുക്ക് dy/dθ എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് സംഭവം. വേറെ എന്താ പറയേണ്ടത്? ജോമെട്രിക്കൽ മീനിങ്. സി യു അണ്ടർസ്റ്റാൻഡ് ദ ജോമെട്രിക്കൽ മീനിങ് ഓൾസോ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഫോർമുലാസ് ഭയങ്കര ഈസി ആയിരിക്കും. ജോമെട്രിക്കൽ മീനിങ് എന്ന് പറയുമ്പോൾ ഒരു കർവ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ ഒരു പോയിന്റിൽ കൂടെ പോകുന്നവൻ്റെ പേരാണ് ടാൻജൻറ്റ്. ഓക്കെ, ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി 1 പോയിന്റിൽ കൂടെ പോകുന്നവനെ വിളിക്കുന്ന പേരാണ് ടാൻജൻറ്റ്. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് ഡെറിവേറ്റീവ്. ഇറ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ടു ദ കർവ് എന്ന് വേണമെങ്കിൽ പറയാം. യുണീക്ക് ടാൻജൻറ്റ് ആയിരിക്കണേ, പല പല ടാൻജൻസ് അവിടെ വരയ്ക്കാൻ നല്ല യുണീക്ക് ടാൻജൻറ്റ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് നമുക്ക് പറയാം. നമുക്കറിയാം സ്ലോപ്പിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y2 - y1/x2 - x1. എല്ലാ കുട്ടികളും പറയുന്ന സംഭവമാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റിൻ്റെ ഫോർമുല y2 - ചേഞ്ച് ഇൻ y/ചേഞ്ച് ഇൻ x അല്ലേ? നമുക്ക് വേണമെങ്കിൽ പറയാം Δy/Δx അല്ലേ? And that can be written as dy/dx also. Change in y/change in x എന്ന് പറയുന്ന കോൺസെപ്റ്റ് വലിയ സംഭവമല്ല. ഫോർമുലാസ് പഠിക്കാനായിട്ട് ഇത് അറിഞ്ഞാലേ പറ്റുള്ളൂ എന്നല്ല, ബട്ട് യു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്.
ഇതെല്ലാം ഞാനൊരു സ്റ്റുഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാണ് കേട്ടോ. ഒരാൾ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് ഇത്രയും പറഞ്ഞാൽ മതി. നമ്മളതിൻ്റെ ഹ്യൂജ് കോൺസെപ്റ്റും കാര്യങ്ങളും അല്ല പറയുന്നത്, ബേസിക് സംഭവം. ഇനി ഒരു ലെയ്മാൻസ് ലാംഗ്വേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേസിക്കലി ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, ചില ഈസി വീഡിയോസിലൊക്കെ നമുക്ക് കാണാം ഒരു ബിഗ് ക്വാണ്ടിറ്റി, അതിനെ നമ്മൾ ഇടിച്ച് പൊളിച്ച് ചെറിയ കുറച്ച് ക്വാണ്ടിറ്റീസ് ആയിട്ട് മാറ്റുന്നു. ഒരു വലിയ ഐറ്റത്തിനെ വലിയ ക്വാണ്ടിറ്റിയെ ചെറുതാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. അങ്ങനെ പഠിച്ചോ, കുഴപ്പമില്ല. ഫോർമുല പഠിക്കാൻ എന്തായാലും ഇത് യൂസ്ഫുൾ ആണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഡെഫിനിഷൻ നമ്മൾ പോയി ഒരു ഇൻ്റർവ്യൂവിന് പോയി പറഞ്ഞാൽ അവർ തെറ്റെന്ന് പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി ചെറുതാക്കുന്ന പ്രോസസ്സ് മാത്രമല്ല ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിക്കാൻ എളുപ്പം വലിയ ക്വാണ്ടിറ്റിയെ ചെറിയ ക്വാണ്ടിറ്റി ആക്കുന്നതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. തമാശയ്ക്ക് മുന്നേ ചില എക്സാമ്പിൾസ് കാണും. ഇതൊരു പൊട്ടാറ്റോ ആണ്. സോ പൊട്ടാറ്റോ ഇങ്ങനെ ഇരിക്കുന്നു. പൊട്ടാറ്റോനെ നമ്മൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നു. ക്ലിയർ? ഇത് f(x) ആണെങ്കിൽ അതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ്, ഞാൻ ഓൾറെഡി പറയാൻ വിട്ടുപോയി, ഡാഷ് ഡിഫറൻഷിയേഷൻ നമ്മൾ ഡാഷ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. dy/dx പറയുന്ന പോലെ f(x)നെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ f'(x) എന്ന് കിട്ടുന്നു. അപ്പം നമ്മളൊരു പൊട്ടറ്റോ നമ്മൾ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്ന പ്രോസസ്സ് f' ആണെങ്കിൽ അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതായത് ഒന്നും കൂടി ചെറുതാക്കുക, ഓക്കെ, ഒന്നും കൂടെ ചെറുതായില്ല, ലേസിൻ്റെ പാക്കറ്റ് ആകും എന്ന് പറയുന്ന പോലെ. കാരണം ലേസിനകത്ത് പൊട്ടറ്റോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മോഡലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇടിച്ചിടിച്ചിടിച്ച് ചെറുതാക്കും. നിങ്ങൾ ആ വാക്യം തന്നെ പഠിക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറയുക, അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് കുറയുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും? ബിക്കോസ് ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോഴേ ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക്സ് നിങ്ങളുടെ തലയിൽ വേണം. ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറുതിൽ നിന്നും സമ്മേഷൻ, വേർഡ് മീനിങ് തന്നെ സമ്മേഷൻ എന്നാണ്. അപ്പോൾ ചെറുതിൽ നിന്നും ആഡായി വലിയൊരു ക്വാണ്ടിറ്റിയിലോട്ട് മാറുന്നതാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ച് പറയാം. ഓക്കെ, എനിവേ അത് നമുക്ക് ഇൻ്റഗ്രേഷനിൽ വീഡിയോയിൽ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ നേരെ ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല. ആൻഡ് ആസ് ഐ ടോൾഡ് ഏർലിയർ, യു ഹാവ് ടു ഗെറ്റ് കമാൻഡ് ഓവർ 14 ഫോർമുലാസ്. 14 ഫോർമുലാസ് നിങ്ങളുടെ തലയിൽ വേണം. അത് ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെപ്പോഴും കുറേ ആൻസേഴ്സാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പം വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് log x അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് sin x എന്നൊരാൾ ചോദിച്ചാൽ ആൻസർ പറയാൻ നിങ്ങൾ റെഡിയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നമ്മുടെ തലയിൽ വേണം, എങ്കിൽ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പിന്നെ sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആണെങ്കിൽ cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തിരിച്ച് sin x കിട്ടും. അവിടെ തുടങ്ങും കൺഫ്യൂഷൻ. സോ ക്വസ്റ്റ്യനും ആൻസറും ക്ലിയർ ആയിട്ട് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ 5 ഫോർമുലാസ് ഒരു സെറ്റാണ്. ഐ എം ടെല്ലിങ് വൺസ് മോർ, 14 ഫോർമുല എത്തുമ്പോൾ നമ്മൾ ഈ പണി നിർത്തും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഫോർമുല സെറ്റിൽ ആദ്യത്തെ 5 ഫോർമുലാസ് ഒരു സെറ്റായിട്ട് പഠിക്കുക. അതിൽ ആദ്യത്തെ മെയിൻ ഫോർമുല തന്നെയാണ്, എല്ലാത്തിനും മെയിൻ ഫോർമുലയാണ്. എന്നാലും ഞാൻ 5ആയിട്ട് പഠിപ്പിക്കുവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ്, ഞാനിപ്പോൾ എല്ലാം x⁻n എന്നിട്ട് ബേസിക്കലി പറയാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ വിത്ത് റെസ്പെക്ട് തീറ്റയോ വിത്ത് റെസ്പെക്ട് ടിയോ വിത്ത് റെസ്പെക്ട് ഡബ്ല്യു എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം നമുക്ക് x ഇട്ട് പഠിക്കാം. x⁻n ഒരിക്കലും ഫോർമുല കാണാതെ പഠിക്കരുത്. നിങ്ങൾ ആദ്യം കുറേ എക്സാമ്പിൾസ് ഇടുക. സേ d/dx ഓഫ് x⁻7 എന്ന് നോക്കുകയാണ്. d/dx ഓഫ് x⁻7 നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ പ്രൊസീജിയർ, ഇതിൻ്റെ അൽഗോരിതം മനസ്സിലാക്കുക. മുകളിൽ കിടക്കുന്ന ആൾ താഴോട്ട് വരും. അപ്പോൾ ഈ 7 ജമ്പ് ചെയ്ത് താഴെ വരുന്നു. ഇൻറ്റു x⁻1 കുറയും. 7ൽ നിന്ന് 1 കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരാവും? 6 ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി യു ടേക്ക് n നമ്പർ ഓഫ് എക്സാമ്പിൾസ് 9 ഇൻറ്റു x⁻8 എന്ന് വരുന്നു. നമ്മളെ മനസ്സ് മടുക്കുന്നവരെ അങ്ങ് എഴുതുക. x⁻17 ആണ് ചോദിക്കുന്നതെങ്കിൽ 17 ഇൻറ്റു x⁻16 വരും അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി x⁻n വന്നാൽ ഈ n ഇൻറ്റു x⁻n നിന്നും ഒന്ന് കുറവ് വരും. കിട്ടിയോ? അവിടെ എപ്പോഴും പഠിക്കാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ഇടുക. ഇപ്പോൾ d/dx ഓഫ് x⁻ മാംഗോ എന്നാണ് വരുന്നതെങ്കിൽ യു പുട്ട് മാംഗോ ഇൻ ദ ഫ്രണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ? അപ്പം മാംഗോ ഇൻറ്റു x⁻, ആ മാംഗോ -1 എന്ന് വരും. ഇത്ര സിമ്പിളായിട്ട് ഈ ഫോർമുല ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ വേണോ പഠിക്കാം. എന്ത് എക്സാമ്പിൾ? ഫോർ എക്സാമ്പിൾ x⁻- ആണ് വരുന്നതെന്ന് വെച്ചോ. ക്ലിയർ? ഡെറിവേറ്റീവ് ഓഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് x⁻8. അപ്പോൾ എന്ത് വരും? n ഇൻറ്റു x⁻n-1. ദാറ്റ് ഇസ് -8 ഇൻറ്റു x⁻9. വേണമെങ്കിൽ -8/x⁻9 നമുക്ക് എഴുതാം. കാരണം
പവർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പവർ എ റൈസ് ടു എം എന്ന് പറയുന്ന സാധനം എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് താഴോട്ട് എഴുതുമ്പോൾ പവർ പോസിറ്റീവ് ആവും അല്ലേ. പവർ പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവ് മേലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. പവർ മാത്രം അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? അപ്പോൾ ഈ ഫോർമുല നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 4 ഓർഡർ ക്ലിയർ ആണ്. ആൻഡ് എക്സ് റൈസ് ടു ഫസ്റ്റ് ഞാൻ എക്സ് പറയാണ്. ദെൻ തേർഡ് ഫോർമുല ഈസ് 1/x. അത് വളരെ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ ഇടുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് 1/xന്റെ ഫോർമുല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റൂട്ട് എക്സ്. ലാസ്റ്റ് അല്ല, ഫോർത്ത് വൺ ഇസ് റൂട്ട് എക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വൺ, കോൺസ്റ്റന്റ്. ഈ 4 ഫോം അല്ലെങ്കിൽ 5 ഫോർമുലാസും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആദ്യം പഠിച്ച ഒരു n×(x⁻n−1)ന്റെ ബാക്കി പാർട്ടാണ്. ക്ലിയർ? നമുക്ക് നോക്കാം. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. എല്ലാ ചോദ്യത്തിലും x⁻17 നിന്ന് പവർ മാറി x⁻17 ആയിരുന്നു പവർ. ആ പവർ മാറി എന്തായി? 16 ആയി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രോസസ്സായി. വലിയൊരു സാധനത്തിനെ ചെറുതാക്കിയില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പോയിന്റ്. 17 മാറി 16 ആയി. 97 മാറി 96 ആവും. ഇനി 243 242 ആവും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ആൻസർ 1 ആവും. അത് വേണമെങ്കിൽ ടെക്നിക്കലി കാണിച്ചു തരാം. നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇപ്പൊ d/dx ഓഫ് x⁻1 എന്നാണ് 1×(x⁻0). What is x⁻0? Any number raised to 0 is 1. So 1×1 1 വരും. അപ്പോൾ 2 ഫോർമുല ഓട്ടോമാറ്റിക്കലി അടിച്ചു. ക്ലിയർ? ഇനി മൂന്നാമത്തവൻ 1/, എന്ന് വന്നു. ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഇവിടെ പറഞ്ഞത്. 1/x എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സൈഡ് ചെയ്ത് നോക്കാം. d/dx ഓഫ് 1/x. എക്സിന് നേരെ മേലെ പലരും എന്നോട് പറയാറുണ്ട്, ഈ സമയം പഠിക്കുമ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യണ്ടല്ലോ, മേലെ കൊണ്ടുപോയി ചെയ്താൽ പോരെ. പക്ഷേ ഇതിന് നല്ല ആപ്ലിക്കേഷൻ ഉള്ള ഫോർമുലയാണ്. പറ്റുമെങ്കിൽ ഇത് ബൈഹാർട്ട്, സാധാരണ ഞാൻ ബൈഹാർട്ട് ചെയ്യരുത് എന്നാണ് കുട്ടികളോട് പറയാറ്. പക്ഷേ ഇത് ബൈഹാർട്ട് ചെയ്യണം, കാരണം അത്രയും നീഡറാണ്. എസ്പെഷ്യലി ഇൻ്റഗ്രേഷൻ വരുമ്പോൾ കൺഫ്യൂഷൻസ് വരാം. 1/xന്റെ ഇൻ്റഗ്രൽ log x ആണ്. അപ്പം നല്ല കൺഫ്യൂഷൻ വരും. അപ്പം ഡെറിവേറ്റീവ് നന്നായിട്ട് പഠിക്കുക. ഇത് എക്സിന്റെ പവർ മേലെ പോകുമ്പോൾ -1 ആവും. ആ -1 ഇപ്പം n×(x⁻n−1) വരുമ്പോൾ n×(x⁻n−1) ആവുന്നു. -1×(x⁻²) ദാറ്റ് ഈസ് -1/x². ക്ലിയർ? അപ്പോൾ അത് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യണം. -1/x² എന്ന് വരുന്നു. സീരിയസ്. സോ മൂന്നാമത്തെ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു, -1/x². ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ഓൾസോ. 1/xന്റെ ഡെറിവേറ്റീവ് -1/x². അപ്പൊ ഇനി അടുത്ത ആളാരായിരിക്കും? റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഇതുപോലെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഫോർമുല. ഇറ്റ് ടേക്സ് ടൈം. നിങ്ങളത് സ്പീഡിൽ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. സ്ക്വയർ റൂട്ട് അറിയില്ല എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഏത് വീഡിയോ, ഇതിപ്പം നിങ്ങൾ ഈ വീഡിയോ അല്ല, എവിടെ ഏത് ക്ലാസ് കേട്ടോണ്ടിരുന്നാലും ശരി, ഇഫ് യു ഡോണ്ട് നോ സംതിങ്, അതൊരു ആപ്ലിക്കേഷനകത്ത് വരുന്നതാണെങ്കിൽ അത് ആ നിമിഷം അങ്ങ് പഠിക്കണം. ഓക്കെ, അതെൻ്റെ ബേസ് കുറവാണ്, സോ ഐ ഹാവ് ടു ലേൺ ഇറ്റ്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എത്ര പേർക്ക് അറിയാമെന്ന് ഐ ഡോണ്ട് നോ. x⁻½ ആണ് അല്ലേ? അപ്പോൾ x⁻½ സ്ക്വയർ റൂട്ട് എന്ന് വിളിക്കുന്നത്. ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ x⁻1/3 ആണ്. ഫോർത്ത് റൂട്ട് എന്ന് വെച്ചാൽ x⁻1/4 ആണ്. അപ്പം ഞാൻ x⁻1/2 എന്ന് എഴുതിയാൽ ഐ ഗോട്ട് ദി ഫോർമുല x⁻n. പറഞ്ഞോളൂ, n×(x⁻n−1). സോ 1/2 x⁻−1/2. കുറച്ചുകൂടെ പോസിറ്റീവ് വൈബിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ 1/2 1/x⁻1/2 എന്ന് എഴുതാം. അതായത് 1/2 റൂട്ട് എക്സ് എന്ന് എഴുതാം. x⁻1/2 റൂട്ട് എക്സ് ആണല്ലോ. ഇനി ഇത് ഡിറൈവ് ചെയ്യാൻ വയ്യാത്തവരാണ്, അല്ലെങ്കിൽ ഈ കേട്ടത് ഞാനിപ്പോൾ സ്പീഡിൽ പറഞ്ഞത് തന്നെയാണ് മനഃപൂർവ്വം, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. യു ഹവ് ടു ലേൺ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് ഓർത്തോണം. ഇനി കോൺസ്റ്റന്റ് ആസ് യൂഷ്വൽ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഒരുവിധം ഡിഫറൻസിയേഷൻ ഒരു വട്ടമെങ്കിലും പഠിച്ച ആൾക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് ഈസ് 0 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ടാണ് 0 ആയത്. ഡീറ്റിയോ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് വന്നോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, 3.14 അല്ലേ? അപ്പം ആ ഒരു രീതിയിൽ പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സ്പോണൻഷ്യൽ കോൺസ്റ്റന്റ് ഈ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ ആദ്യത്തെ 5 ഫോർമുലയും
വെർട്ടിക്കലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. സോ ഫസ്റ്റ് 5 ഫോർമുലാസ് ഒരു സെറ്റാണ്, അത് അത്ര ഓർത്തിരിക്കുക. എല്ലാം എക്സ് ടു എൻ്റെ ആപ്ലിക്കേഷനുള്ള 5 ഫോർമുലകളാണ്. ഇനി നമുക്ക് അടുത്തത് 6th 1, 7th 1, 8th 1, ഇത് 3ഉം ഒരു സെറ്റാണ്. ക്ലിയർ? ഇത് 3ഉം സിമ്പിളാണ്, ആലോചിക്കണം. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുള്ള 2 പേരാണ് log xഉം e⁻x. ഈ log x എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ടു ദ ബേസ് ഇ എന്ന് പറയും. ലോഗരിതത്തിന്റെ ബേസിക്സിൽ പിന്നീട് നമുക്ക് നോക്കാന്നുള്ളതാണ്. ലോഗരിതം ടു ദ ബേസ് ഇ ആണ്. അതിനെ നാച്ചുറൽ ലോഗരിതം എന്നാണ് വിളിക്കുന്നത്. നാച്ചുറൽ ലോഗരിതം. സോ ഇൻ സം ടെക്സ്റ്റ് ബുക്സ് യു വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ln x. ഇറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ln x കേട്ടോ. ഇതിനെ നമ്മൾ ലോഗരിതം ഇങ്ങനെ കാണും, ln x എന്ന് കാണും. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് log ടു ദ ബേസ് 10 അല്ല. നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ ബേസ് ഇ ആയിരിക്കും. ആൻഡ് നാച്ചുറൽ ലോഗരിതത്തിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1/x ആണ്. സോ log xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ആണ്. ലോഗിനകത്ത് എന്ത് വന്നാൽ, ലോഗ് മാംഗോ എന്ന് പറഞ്ഞാൽ 1/mango, ലോഗ് അനീഷ് എന്ന് പറഞ്ഞാൽ 1/അനീഷ്. ക്ലിയർ? വാട്ട് എവർ സിറ്റുവേഷൻ അറൈവ്സ് ആഫ്റ്റർ ലോഗ് യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് 1/, റെസിപ്രോക്കൽ പോലെ എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ക്വാണ്ടിറ്റി e⁻x ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് e⁻x. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആളിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരണം. കാരണം നമ്മൾ അതിനെ ഒന്ന് ബഹുമാനിക്കേണ്ട കാര്യമുണ്ട്. അതിൻ്റെ എക്സാക്ട് റീസൺ വേറൊന്നുമല്ല, ആകെപ്പാടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരേ ഒരു ഫംഗ്ഷൻ ആരാണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. കാരണം ഈവൻ കോൺസ്റ്റന്റ് പോലും നീ ആലോചിച്ച് നോക്കിക്കേ, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷെ 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തിരിച്ച് അതുപോലെ വരണമെന്നില്ല. മനസ്സിലായി? 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ് കിട്ടും. അപ്പം ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. പക്ഷേ e⁻x ആണ് പാവപ്പെട്ടവൻ. അവനെ തല്ലിക്കൊന്നാലും, അവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും ശരി, അവനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ശരി, അവൻ e⁻x തന്നെ ആയിരിക്കും. നമ്മളൊരു വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് e⁻x. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് a⁻x. മുൻപൊക്കെ a⁻xന്റെ ഒരു ഇമ്പോർട്ടൻസേ അവിടെ വരത്തില്ല. a⁻x ഒക്കെ വല്ലപ്പോഴും ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് മാത്രം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. a⁻xന്റെ ആപ്ലിക്കേഷൻ ഫോർ എവറി ക്ലാസ് 11, 12 ആൻഡ് ഈവൻ ഫോർ ബിടെക് സ്റ്റുഡൻസ് a⁻xന്റെ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റന്റ് a⁻x ആണ്. ശ്രദ്ധിക്കുക, ഇത് കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഫോർമുല പോലെയൊക്കെ തോന്നും. e⁻x പോലെ a⁻x എന്നൊക്കെ വരും. പക്ഷെ നമ്മുടെ ചതിക്കും. അതിനുശേഷം ഇതിൻ്റെ ഫോർമുല ഒരു വാലും കൂടിയുണ്ട്, log എന്നും കൂടെ വരും. ക്ലിയർ? a⁻xന്റെ ഫോർമുല എല്ലാവരും കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞ് പഠിച്ച് പൊക്കോണം. a⁻xന്റെ ഫോർമുല എന്ന് പറയുന്നത് a⁻x ഇൻറ്റു log എന്ന് വരും. a⁻x ഇൻറ്റു log എന്ന് വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡെറിവേറ്റീവ് ഓഫ് 2⁻x എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2⁻x ഇൻറ്റു log 2 എന്ന് വരും. 3⁻xന്റെ ഡിഫറൻസിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 3⁻x ഇൻറ്റു log 3 എന്ന് വരും. ആൻഡ് ഇഫ് ഐ ആസ് 10⁻x, ഇനി കോൺസ്റ്റന്റ് ⁻x ആണെങ്കിൽ അത് log 10 എന്ന് വരും. ഇത് ഞാൻ എത്രയും സ്പെസിഫിക് ആയിട്ട് സമയമെടുത്ത് പറയാൻ കാര്യം, x⁻10 ആണെങ്കിൽ നേരെ തിരിഞ്ഞാണ് 10 ഇൻറ്റു x⁻9 ആണ്, മറക്കരുത്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വേരിയബിൾ റേസ് ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആദ്യത്തെ ഫോർമുല n ഇൻറ്റു x⁻n-1. പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് റേസ് ടു വേരിയബിൾ എന്നാണ്. കോൺസ്റ്റന്റ് റേസ് ടു വേരിയബിൾ ആണ് തരുന്നതെങ്കിൽ ഈ ഫോർമുല a⁻xന്റെ ഫോർമുല. ക്ലിയർ? അപ്പോൾ നമ്മൾ 14ൽ 8 എണ്ണമായി. 8 ഫോർമുലാസ്. വി ലേൺഡ് 8 ഫോർമുലാസ്, isn't it? ഇനി നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, സുഹൃത്തും വഴികാട്ടിയുമായ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ആണ്. ചിലർക്കിത് കാണുമ്പം തന്നെ നിങ്ങൾ വീഡിയോ നിർത്തിയിട്ട് ഓടും, കാരണം ട്രിഗണോമെട്രി എത്തിയല്ലോ എന്ന് പറഞ്ഞ് ഓടും. ബട്ട് ട്രിഗണോമെട്രിക് ഫോർമുലാസിൽ 3 സെറ്റാണ് നിങ്ങൾക്കുള്ളത്. 3 ഫാമിലി ആയിട്ട് പഠിക്കുക. അതിൽ ആദ്യത്തെ ആള് സൈനും കോസും. സൈനിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. sin x എന്ന് പറയുന്ന ആളിൻ്റെ ഫാമിലിയിൽ ആര് വരുമെന്ന് വെച്ചാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ. നിങ്ങൾ ട്രിഗ്നോമെട്രി വളരെ ഈസി ആയിട്ട് എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്. സൈൻ എന്ന് പറയുന്ന റേഷ്യോയുടെ കോ ആംഗിൾ ആണ് കോ സൈൻ. അതാണ് കോസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ ഈസി മെത്തേഡായിട്ട് കോസ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ശരിക്കും അത് സൈനിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ആണ്, അല്ലേ? അതുപോലെ തന്നെ അടുത്ത മനുഷ്യനാണ് ടാൻ. ടാനിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ആരായിരിക്കും? ടാൻജന്റിന്റെ കോംപ്ലിമെന്ററി ആരായിരിക്കും? നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ പറഞ്ഞു കാണും, കോട്ട്, അല്ലേ? കോട്ട് ടാൻജന്റ് എന്ന് പറയുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടാനും കോട്ടും കഴിഞ്ഞാൽ അടുത്ത ആരായിരിക്കും? സീക്ക്. സീക്കിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ കൊസീക്ക് വരും. അപ്പോൾ ആ ഫോർമുലാസ് ആദ്യം സീക്ക് എക്സ് എന്ന് വരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോ സീക്ക് എക്സ് എന്ന് വരുന്നു.
Clear? Okay, we will learn one by one. ആദ്യം formula sin ന്റെ derivative. Very easy. Nothing much to explain. Sin ന്റെ derivative is cos x. പക്ഷേ keep in mind that integration വരുമ്പോൾ തിരിയും. ഇൻ്റഗ്രേഷൻ വരുമ്പോൾ sin x ൻ്റെത് മൈനസ് കോസ് എക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ക്ലിയർ ആയിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് sin x is cos x. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് cos x എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് sin x വരും, മൈനസ് sin x വരും, മൈനസ് sin x. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. ആൻഡ് ഐ ഓൾസോ റിപ്പീറ്റ്, whichever formula starting with C വെച്ച് തുടങ്ങുന്ന ഫോർമുലകൾ കോസ്, കോട്ട്, കൊസീക്ക്, ആരൊക്കെ കോസ്, കോട്ട്, കൊസീക്ക്, അവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് വരും. ആദ്യമേ പഠിച്ചോണം ഏതൊക്കെ ഫോർമുലയാണോ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, സി വെച്ച് തുടങ്ങുന്നതെന്ന് പറയുന്നത് കോസ്, കോട്ട്, കൊസീക്ക്. ഇത് 3 പേർക്കും മൈനസ് വരും, ഞാൻ ആദ്യമേ അങ്ങ് മൈനസ് ഇട്ടേക്കാം, പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ. ഓക്കെ, നൗ ഇതിന് ശേഷം യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആദ്യത്തെ ഫാമിലി ക്ലിയർ ആണല്ലോ, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, കോസിൻ്റെ മൈനസ് സൈൻ. അടുത്തത് ഐ വോണ്ട് ടു ടെൽ വൺ മോർ തിങ്. ടാനും കോട്ടുമാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ ഐ വിൽ ടെൽ യു ആൻ ഈസി മെത്തേഡ് ഓൾസോ. ഓക്കെ, ലിസൺ. ടാൻ എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് നോർമലി എനിക്ക് ഇപ്പോൾ ഒരു ഫോമിൽ അങ്ങ് ബൈഹാർട്ട് ചെയ്യിപ്പിച്ചാൽ മതി. പക്ഷെ ഞാൻ ഐ എം ടെല്ലിങ് വൺ മോർ തിങ്. ട്രിഗ്നോമെട്രിയിൽ ഡു യു റിമെമ്പർ ദാറ്റ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസിൽ ടാനിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്ന് പറയുന്നത് കോട്ടാണ്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടാനിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ആണ് കോട്ട്, ശരിയല്ലേ? അപ്പോൾ ടാനിൻ്റെ ഇപ്പം കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഫോർമുലാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ ടാൻ 90 മൈനസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ കോട്ട് കിട്ടും. ഇനി ഒന്നും വേണ്ട, 1/tan x ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും അറിയാലോ വാട്ട് ഇസ് 1/tan x എന്ന്. 1/tan x എടുത്താൽ കോട്ടക്സ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1/cot x എടുത്താൽ tan x ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി ടാനും കോട്ടുമായത്, അല്ലെങ്കിൽ ടാനിൻ്റെ വൈഫായിരുന്നു കോട്ട്. ക്ലിയർ? അത്രയും സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യമാണ് ടാനും കോട്ടും. പക്ഷേ ഇവിടെ രണ്ട് സിറ്റുവേഷനിൽ ടാന് നമ്മുടെ കോട്ടയുമായിട്ട് റിലേഷൻഷിപ്പ് മാറിയിട്ട് സീക്കുമായിട്ട് റിലേഷൻഷിപ്പിലാവും. രണ്ട് സിറ്റുവേഷനിൽ. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ടാന് കോട്ടിനെ ബിട്രേ ചെയ്തിട്ട് സീക്കുമായിട്ട് ഒരു ഇല്ലീഗൽ റിലേഷനിൽ പോകുന്നത്? അങ്ങനെ തന്നെ ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നുമല്ല, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ലൈഫിൽ രണ്ട് സിറ്റുവേഷനിലാണ് ടാൻ എക്സ് സീക്ക് എക്സുമായിട്ട് ഇല്ലീഗൽ റിലേഷനിൽ പോകുന്നത്. അപ്പം നിങ്ങൾ അത് തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഫോർമുല മറക്കത്തില്ല, ആ വാക്ക് ഓർത്താൽ മതി. ഇല്ലീഗൽ റിലേഷൻസ് ഒക്കെ കേൾക്കാൻ നമുക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ടാൻ എക്സിൻ്റെ ഇല്ലീഗൽ റിലേഷൻ എന്ന് പറയുന്നത് നോർമലി കോട്ടുമായിട്ടാണ്, പക്ഷേ ഇയാൾ സീക്ക് സ്ക്വയർ എക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ? അപ്പോൾ ടാൻ എക്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, ഇത് ഞാൻ എന്തിനാ ഇപ്പം പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പഠിപ്പിക്കാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങ് ബൈഹാർട്ട് ചെയ്താൽ പോരായിരുന്നു. പക്ഷേ ട്രിഗണോമെട്രിയിൽ സ്ക്വയർ റിലേഷൻ ഉണ്ട്. അപ്പോൾ റിമെമ്പർ സ്ക്വയർ റിലേഷൻസ്. വാട്ട് ഈസ് സ്ക്വയർ റിലേഷൻ? സ്ക്വയർ റിലേഷൻസിൽ എല്ലാവർക്കും അറിയാവുന്ന സ്ക്വയർ റിലേഷനും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1. പക്ഷെ മിക്കവരും പഠിക്കാത്തൊരു സ്ക്വയർ റിലേഷനാണ്, അല്ലെങ്കിൽ മിക്കവരും തലയിൽ ഓർക്കാത്തൊരു സ്ക്വയർ റിലേഷനാണ് 1 + tan സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. സീക്ക് സ്ക്വയർ എക്സ് 1 + tan സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ആൻസർ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ്. സോ ലിസൺ, 1 + tan സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരുന്നത് സ്ക്വയർ റിലേഷൻ്റെ ഏറ്റവും. അപ്പോൾ ആ സമയത്തും നമ്മൾ കോട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വന്നത് ആരാ? സീക്കാണ്. അപ്പോൾ there are 2 situations in life where tan and sec are related. അത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അത് ഒന്ന് സ്ക്വയർ റിലേഷനിലാണ്. ഇനി ഞാനിതിവിടെ ഇത്രയും സംസാരിക്കാൻ കാര്യം, ഇത് ഇൻ്റഗ്രേഷനിലൊക്കെ യൂസ്ഫുൾ ആണ്. കാൽക്കുലസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ മാത്രം അല്ലല്ലോ, ഇൻ്റഗ്രേഷൻ ഉണ്ട്, ലിമിറ്റ്സ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം 1 + tan സ്ക്വയർ എക്സിന് ഇൻ്റഗ്രേഷനിൽ ചിലപ്പം മാറ്റേണ്ടി വരും. ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് -1 എന്ന് എടുത്താൽ tan സ്ക്വയർ എക്സ് എന്ന് കിട്ടുകയും ചെയ്യും. സോ റിലേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സിറ്റുവേഷൻ 1 + tan സ്ക്വയർ എക്സിൻ്റെ ആൻസർ എന്താണോ അത് തന്നെയാണ് tan എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, മറക്കരുത്. ഇനി കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ്, അതെല്ലാവർക്കും പറയാം, കോ സീക്ക് സ്ക്വയർ എക്സ്. കാരണം ടാനിന് കോ ആഡ് ചെയ്തു, കോട്ടായി. അപ്പൊ സീക്കിന് ഞാൻ കോ ആഡ് ചെയ്തു, കൊസീക്കായി, തീർന്നു. നൗ സീക്ക് എക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണോ തൻ്റെ ക്വസ്റ്റ്യൻ, സ്റ്റാർട്ട് ആൻസറിങ് ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. സ്റ്റാർട്ട് ആൻസറിങ് ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ഞാനിവിടെ എഴുതിയിരിക്കും അത്. സോ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങുക.
അപ്പം നമുക്ക് സീകെക്സ് എന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സീകെക്സ് എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ സീകെക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ആൻസർ സീകെക്സ് എന്ന് പറയുന്നു. തീർന്നില്ല, സീകെക്സ് ഓൾറെഡി ടാനുമായിട്ടൊരു റിലേഷൻഷിപ്പിലാണല്ലോ. ഈ ഒരു പ്രശ്നത്തിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴല്ലേ ഈ ബുദ്ധിമുട്ട് വരണം. അപ്പോൾ സീകെക്സ് ടാൻ എക്സ് വരുന്നു. ആൻഡ് ഓട്ടോമാറ്റിക്കലി കൊസീകെക്സിൻ്റെ ആകുമ്പോൾ ജസ്റ്റ് കൊസികെക്സ് കോട്ടെക്സ്, കൊസീകെക്സ് കോട്ട് ടാൻജന്റ് എന്നുള്ള രീതിയിൽ വരുന്നു. ക്ലിയർ? അപ്പം നമ്മളിവിടെ എത്ര ഫോമുല ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു? 11 ഫോമുലാസ് അല്ലേ. 14 ആണ് നമ്മൾ പറഞ്ഞ നമ്പർ, 11 ആയി. സോ അതെങ്ങനെയാണ് നമുക്ക് റിവൈസ് ചെയ്യാം? അതിന് മുന്നേ 11 ആയി. ഇനി നെക്സ്റ്റ് 3 more formulas to go. ആൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലുള്ള ഫോമുലയാണ് ഇൻവേഴ്സ് ടി റേഷ്യോസ്. ഇപ്പോൾ ഒരു ക്ലാസ് 11 സ്റ്റുഡൻറ്റ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇൻവേഴ്സ് പഠിക്കാനില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളും ഇത് പഠിച്ചോണം. 12th മുതൽ പിന്നെ നോക്കണ്ട. 12th ഒരു എഞ്ചിനീയറിംഗ് കാരനോ ഒരു BSc കാരനോ ഇതെന്തായാലും പഠിച്ചേ പറ്റൂ. ആൻഡ് ഇൻവേഴ്സ് ടി റേഷ്യോസ് എന്ന് പറയുന്നത് 12th ഫോമുല, 13th ഫോമുല ആൻഡ് 14th ഫോമുല. ക്ലിയർ? 12, 13, 14 എക്സ്പ്ലെയിൻ ചെയ്യാം. 12 എന്ന് പറയുന്നത് ലിസൺ, d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവും ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവും, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതുവരെ ഇത്രയും സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ ഐ ഫീൽ ദാറ്റ് ദി മോസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഫോമുല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുല ടാൻ ഇൻവേഴ്സും പിന്നെ സൈൻ ഇൻവേഴ്സും ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് ഓക്കെ, ജസ്റ്റ് യു ഹാവ് ടു ലേൺ സം സിറ്റുവേഷൻസ് യു ഹാവ് ടു യൂസ് ഇറ്റ്. അല്ലാതെ ഭയങ്കര ഭീകരമായ ഫോമുലയൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ചോദിക്കാം, കോസ് ഇൻവേഴ്സിക്കും കോട്ടിങ്ങും കൊസീക്കും ഒക്കെ എവിടെ പോയി എന്ന് ചോദിക്കാം. പഠിക്കണ്ട, വേറൊന്നുമല്ല, ചോദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രെയിനിനെ കുറച്ച് ട്രസ്റ്റ് ചെയ്യുക. സി വെച്ച് തുടങ്ങുന്ന എല്ലാം നെഗറ്റീവാന്ന് പറഞ്ഞേ. സി വെച്ച് തുടങ്ങുന്ന കോസ്, കോട്ട്, കൊസിക്കെല്ലാം നെഗറ്റീവാന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യുന്നത്? അതെല്ലാം നെഗറ്റീവ് ആയിക്കോളും. നമുക്ക് നോക്കാം. മെയിൻ ഫോമുല പഠിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് 1/√(1 - x²). സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോമുല 1/√(1 - x²). ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ, ഇത് നന്നായിട്ട് പഠിക്കണം. കാരണം റൂട്ടിനകത്ത് നല്ല അനലൈസ് ചെയ്ത് പഠിക്കാം. റൂട്ടുണ്ട്, നടുക്ക് മൈനസ് ആണ്, റൂട്ടുണ്ട്, മൈനസ് ആണ്. ഞാൻ ഇത്രയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇനി ഇൻ്റഗ്രേഷൻ പാർട്ട്, ഇതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതേണ്ടി വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. റൂട്ട് ഉണ്ട്, നടുക്ക് മൈനസ് ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഇല്ല, നടുക്ക് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അത് ടാൻ ഇൻവേഴ്സ് ആണ്. സ്ക്വയർ റൂട്ട് ഇല്ല, മിഡിലിൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ. സീക്ക് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ സെയിം ഫോർമുലയിൽ എക്സും കൂടി വരുന്നു. ഇയാളെ ഫ്ലിപ്പ് ചെയ്യുന്നു. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് x² - 1. ക്ലിയർ? ഇതിൽ ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇടുന്നില്ല. പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പഠിച്ചോളൂ. പക്ഷേ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഹാവ് ടു ലേൺ ദീസ് 2 ഫോർമുലാസ് വെരി 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 വെൽ. അപ്പോൾ അതിൽ സൈൻ ഇൻവേഴ്സ് എക്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഹൂ ഈസ് കോസ് ഇൻവേഴ്സ് എക്സ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് ജസ്റ്റ് പുട്ട് എ നെഗറ്റീവ് ആൻഡ് റൈറ്റ് ദിസ് വൺ. പൊട്ടത്തരങ്ങൾ കാണിക്കരുത്. ഇവിടെ കൊണ്ടുവന്ന് നെഗറ്റീവ് ഇടാനല്ല ഞാൻ പറഞ്ഞത്, മൈനസ് ഓഫ് ഈ ആൻസർ എന്ന് വരും. ക്ലിയർ? ദെൻ ഇവിടെ ആണെങ്കിൽ മൈനസ് ഓഫ് 1/1 + x², അല്ലാതെ 1/1 - x² എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൈനസ് ഓഫ് 1/1 + x² എന്ന് വരുന്നു. ആൻഡ് കൊസിക് ഇൻവേഴ്സ് എക്സ് ഇസ് ഓൾസോ മൈനസ് ഓഫ് ദിസ് തിങ്. അങ്ങനെ പഠിക്കാം, മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. സോ നമ്മൾ ഓൾറെഡി 14 ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞു. ഇനി വീട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ആണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് ഹൈപ്പർബോളിക്കും കൂടെ ഒന്ന് പഠിച്ചോണം. ജസ്റ്റ് ഒരു 2 seconds ഫോർ ദം. സൈൻ hx ആണ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോസ് hx ആണ്, അതും ടാൻ ഒന്നും അധികം യൂസ് ഇപ്പം കാണാറില്ല. സൈൻ hx ആണ് ചോദിക്കുന്നതെങ്കിൽ കോസ് hx. കോസ് hx ആണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ മൈനസ് പറയേണ്ടതല്ലേ, അവിടെ മൈനസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈൻ hx, സൈൻ hx-ൻ്റെ കോസ് hx, കോസ് hx-ൻ്റെ സൈൻ hx. അത് നമുക്കിപ്പം വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നില്ല. സോ ഐ എം റബ്ബിങ് ഇറ്റ് ഓഫ്. സോ 14 ഫോർമുല, 2 things to continue. അതിൽ ഒരു കാര്യം, ഒന്ന് ഈ 14 ഫോർമുലയുടെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് x⁻n, ഡെറിവേറ്റീവ് ഓഫ് x 1/x, √x കോൺസ്റ്റന്റ്. ആ ഓർഡർ കണ്ടോ? ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞു വെക്കൂ. ദെൻ 6th one, log x ഉണ്ട്, e⁻x ഉണ്ട്, a⁻x ഉണ്ട്. ക്ലിയർ? ദെൻ അടുത്ത ഒരു ഫാമിലി ഈസ് ട്രിഗ്നോമെട്രിക് ഫാമിലി. സൈൻ്റെ ഡെറിവേറ്റീവ്, കോസിൻ്റെ ഡെറിവേറ്റീവ്. അടുത്ത 10th one ഇസ് ടാൻ, കോട്ട്. അല്ലേ?
11th വൺ എന്ന് പറയുന്നത് സീക്ക് കൊസീക്ക്. നമുക്ക് ഇത്രയും പറയാം. എക്സ് റേസ് ടു എന്നിൻ്റെത് n ഇൻറ്റു എക്സ് റേസ് ടു n-1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. എക്സിനെ എക്സ് വെച്ച് ചെയ്താൽ 1 കിട്ടും. 1/x ഇമ്പോർട്ടൻ്റ് ആണ്. -1/x². എല്ലാവരും മറക്കും. -1/x² എഴുതി പഠിക്കുക. റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് മറക്കരുത്. 1/2 റൂട്ട് എക്സ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/something എന്ന് വരുന്നു. 1/something. ദെൻ 1/x ആണ്. ലിസൺ. ഓക്കെ. e raised to x മാത്രം സന്തോഷം. e raised to x ന്റെ ഡെറിവേറ്റീവ് എങ്ങും മാറുന്നില്ല. e raised to x ആണ്. a raised to x ന്റെ a raised to x ഇൻറ്റു ലോഗ് എ. സൈനിന്റെ കോസ്, കോസിന്റെ മൈനസ് സൈൻ. ഈ സൈനിന്റെ കോസ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഉണ്ടേ. സൈൻ എക്സിന്റെ ആണ് കോസ് എക്സ്, മറക്കരുത്. ദെൻ ടാൻ എക്സിൻ്റെത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദർ ആർ 2 സിറ്റുവേഷൻസ്. ഒന്ന് സ്ക്വയർ റിലേഷൻ വരുമ്പോഴും ഒന്ന് ഡിഫറൻസിയേഷൻ വരുമ്പോഴും ടാൻ ഇസ് ഈക്വൽ ആയിട്ട് ബന്ധത്തിന് പോകും. ദാറ്റ് ഇസ് 6²x. 1 + tan square x 6²x ആയിരുന്നു ആ ഫോർമുല. കോട്ടെക്സിന്റെ മൈനസ് കോസ് 6²x, സികെക്സിന്റെ സികെക്സ് ടാൻ എക്സ് വരുന്നു. ആൻഡ് 12th and 13th മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം. 12 and 13. 12th വൺ ഇസ് സൈൻ ഇൻവേഴ്സ് എക്സും 13th വൺ ഇസ് ടാൻ ഇൻവേഴ്സ് എക്സും. സീക്ക് ഇൻവേഴ്സ് എക്സ് നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോ. സീക്ക് ഇൻവേഴ്സ് എക്സും കൂടെ നോക്കിക്കോ. And what is sin inverse x? 1/square root of 1 minus x². 1/square root of 1 minus x². ഇതാണെങ്കിൽ 1/1 plus x². whatever. ഇനി there are 2 rules. ഇപ്പോൾ ഇൻ ആ ഫാമിലി എനിക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ അതിലൊരു റൂൾസ് ഉണ്ടാവും. അതുപോലെ ഡിഫറൻസിയേഷനിൽ 2 റൂൾസ്, ഒന്നല്ല 2 റൂൾസ് ഉണ്ട്. ആ ബേസിക് റൂൾ ഒബേ ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സി, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് 2 പേരെ തല്ലണം എന്ന് വെച്ചോ. എനിക്ക് 2 പേർക്ക് ഇടി കൊടുക്കണം അല്ലെങ്കിൽ തല്ലണം. ഐ വോണ്ട് ടു ഹിറ്റ് 2 persons. എൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് 2 പേര് സെപ്പറേറ്റ്. ഇപ്പോൾ ഒരാൾ അവിടെ നിൽക്കുവാണെങ്കിൽ അവനെ പോയി ഇടിക്കാം, അതിനുള്ള ആരോഗ്യം എനിക്കുണ്ട്. വേറൊരാളാണെങ്കിൽ അവനെ എനിക്ക് ഇടിക്കാനുള്ള ആരോഗ്യമുണ്ട്. ആൻഡ് ഐ ക്യാൻ ഹിറ്റ് ഹിം ഓൾസോ. പക്ഷേ ഇവർ 2 പേരും പ്രോഡക്റ്റായിട്ട് നിന്നാൽ, ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ ഞാൻ നേരിടും. ഇവർ പ്രോഡക്റ്റായിട്ട് നിന്നാൽ എനിക്ക് അവന്മാരെ വേർതിരിക്കണം. ബിക്കോസ് സ്പ്ലിറ്റ് ചെയ്യാതെ ഞാൻ പോയാൽ ഇടി കൊള്ളുന്നത് ഞാനായിരിക്കും. ആ ബുദ്ധി എനിക്ക് വേണം, വിവേകം എനിക്ക് വേണം. സോ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന സംഭവം, it is to split 2 things. So first rule ആയി. ഈ റൂളും കൂടെ ഉള്ളൂ, തീർന്നു. ഇത്രയും ഓർക്കാമെങ്കിൽ പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മോഡക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് ഒക്കെ വന്നിരിക്കും. പക്ഷെ ഇത്രയും ബേസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും, എല്ലാ പ്രോബ്ലം കിട്ടും. അതാണ് ഡിഫറൻസിയേഷൻ ഞാൻ തരുന്ന ഗ്യാരണ്ടി. ശ്രദ്ധിക്കുക, പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ uv എന്ന് പറയാറുണ്ട്. u is a function of x and b is a function of x. uv എഴുതാം because in textbooks normally it is denoted as uv. അപ്പോൾ ഞാൻ നോർമലി ഫസ്റ്റും സെക്കൻഡും ഇട്ടാണ് പഠിപ്പിക്കാറ്. 2 ഫംഗ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേര് എക്സാമ്പിളിലൂടെ പറയാം. ഡെറിവേറ്റീവ് ഓഫ്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ e raised to x ആണ്, ഒരു ഫംഗ്ഷൻ sin x ആണെന്ന് കരുതാം. ഇത് രണ്ടും പ്രോഡക്റ്റ് ആയിട്ടാണ്. നടുക്ക് പ്ലസ് ഇല്ല കേട്ടോ. മിഡിലിൽ പ്ലസ് ഉണ്ടെങ്കിൽ 2 ടേം ആണ്. ഇത് പ്രോഡക്റ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം വളരെ ലോക്കലായിട്ട് ആൻസർ പറയാം. എന്താണ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് വരുമ്പോൾ ആൻസർ? ഗസ് ചെയ്ത് നോക്കി. That is first function into derivative of d by dx of second one. വീണ്ടും I am telling or. മാത്സിൽ ഓറിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഒന്നുകിൽ ഞാൻ ഒരാളെ മാറ്റി നിർത്തുന്നു, ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡീറ്റെയിലേ. അപ്പോൾ എനിക്കിപ്പം 2 ഫ്രണ്ട്സ് ഉണ്ട്, സിദ്ധു, ജേക്കബ്. ഞാൻ സിദ്ധുവിനെ മാറ്റി നിർത്തിയിട്ട് ജേക്കബിനെ തല്ലണം, അല്ലെങ്കിൽ ജേക്കബിനെ മാറ്റി നിർത്തിയിട്ട് സിദ്ധുവിനെ തല്ലണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, അല്ലെങ്കിൽ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ക്ലിയർ? ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. u ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഡാഷ് മീൻസ് ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ വി ഇൻറ്റു യു ഡാഷ് അല്ലെങ്കിൽ വി ഇൻറ്റു യു ഡാഷ്, അതാണ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ e raised to x അവിടെ തന്നെ ഇടുന്നു, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എടുക്കുന്നു, അല്ലെങ്കിൽ സൈൻ എക്സ് അവിടെ ഇടുന്നു, ഡെറിവേറ്റീവ് ഓഫ് e raised to x ഇടുന്നു. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ക്ലിയർ ആണോ? ഇനി നമ്മൾ പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞതിന് ശേഷം, ആൻഡ് ദ ലാസ്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ടു ഡു പ്രോബ്ലംസ് ഇസ് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര വലിപ്പമായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഭയങ്കര യൂസ്ഫുൾ ആണ് പല സിറ്റുവേഷനിൽ. ഈവൻ
എവിടെ ചെന്നാലും ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എത്തിയാലും എഞ്ചിനീയറിംഗ് ലെവലിൽ പോയാലും അവിടെയൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു സാധനമാണ് കോഷ്യന്റ് റൂൾ. സോ കോഷ്യന്റ് റൂൾ വളരെ ക്ലിയർ ആയിരിക്കണം. ലിസൺ, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുവാണെന്ന് വെച്ചോ. സപ്പോസ് യു ബൈ വി, ഇങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് കിടക്കുന്നത്, യു ബൈ വി. ക്ലിയർ? അതായത് ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഴുതുക. ക്ലിയർ? ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ഞാൻ പറയുന്ന ടെക്നിക്ക് ആലോചിക്കുക. നമുക്ക് ന്യൂമറേറ്ററിൽ ഒരാളുണ്ട്, താഴെ തടയിൽ ഒരാളുണ്ട്. താഴെ കിടക്കുന്ന ആളെ വേണം നമ്മൾ കൈപിടിച്ച് ആദ്യം മേലെ കൊണ്ടുവരാം, അല്ലേ? താഴെ കിടക്കുന്നവരെ വേണം നമ്മൾ സഹായിക്കാൻ. അല്ലാതെ നമുക്ക് ഒത്തിരി കാശുള്ളവരെ നമ്മൾ സഹായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ താഴെ കിടക്കുന്ന ആളാണ് ഡിനോമിനേറ്റർ. ആ ഡിനോമിനേറ്ററിനെ ആദ്യം സഹായിച്ച് മേലെ കൊണ്ടുവരിക. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ക്ലിയർ? അപ്പോൾ ഞാൻ നേരത്തെ 2 പേരുടെ കാര്യം പറഞ്ഞു, 2 ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ഒരാളെ മാറ്റി മറ്റേ ആളെ തല്ലാനേ പറഞ്ഞുള്ളൂ. ആരെയൊന്നും പ്രശ്നമില്ല, കാരണം നടുക്ക് പ്ലസ് ആയിരുന്നു, മിഡിലിൽ പ്ലസ് ആയിരുന്നു, പക്ഷേ ഇവിടെ നടുക്ക് മൈനസ് ആണ്. സോ കോഷ്യന്റ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് തിരിച്ച് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂൾ. മറക്കരുത്, കോഷ്യന്റ് റൂൾ. അങ്ങനെയാണെങ്കിൽ ഈ ഈസി മെത്തേഡിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് കിടക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹു ഇസ് ദ വൺ ഹു ഇസ് സിറ്റിംഗ് ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ ബിനീത്ത് ദ ടേബിൾ, ആരാണ് അടിയിലുള്ളത്, താഴേക്കടയിലുള്ളതാണ്? വി ആണ്. വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഏത് ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് ഏത് കൊച്ചു ക്വസ്റ്റ്യൻ മുതൽ ഏത് വലിയ ഫങ്ഷൻസ് വരെയും, കോംപ്ലക്സ് ഫങ്ഷൻ ആണെങ്കിലും ശരി, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കാം. ഒരു നിസ്സാര എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് ഭയങ്കര ബഹളം വെച്ച് പറഞ്ഞൊരു ഫോമുലയാണ് 1/x. 1/xന്റെ ആൻസർ പഠിച്ചേ പറ്റൂ, എല്ലാവരും -1/x² എന്ന് പഠിച്ചേ പറ്റൂ എന്നൊക്കെ ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് റഷ് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഏർജ് ചെയ്തെങ്കിലും സപ്പോസ് പഠിക്കാൻ വയ്യാത്തവനാണെങ്കിൽ യു ലേൺ കോഷ്യന്റ് റൂൾ. ബിക്കോസ് ഇത് കോഷ്യന്റ് റൂൾ വെച്ചും ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പോൾ ദറ്റ് ഈസ് -1/x². ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചതായി. ക്ലിയർ? അപ്പോൾ -1/x² എന്നായി. അപ്പോൾ ഈവൻ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോലും നമുക്ക് ആ കോഷ്യന്റ് റൂൾ യൂസ്ഫുൾ ആയി എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ഡിഫറൻസിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല സെറ്റ്. സോ നമ്മൾ 14 ഫോർമുലാസ് പഠിച്ചു, പ്രോഡക്റ്റ് റൂൾ പഠിച്ചു, കോഷ്യന്റ് റൂൾ പഠിച്ചു. എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. വൺസ് മോർ ഐ വിൽ ടെൽ യു. ഇത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് ജോമെട്രിക്കലി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇത്രയും പഠിച്ചാൽ മതി ഒരു നോർമൽ സ്റ്റുഡൻറ്റ്. നിങ്ങൾക്ക് ഞാൻ ഈ തരുന്ന ഏത് പ്രോബ്ലം വേണമെങ്കിലും സോൾവ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ നോക്കാം, ബാക്കി ലേറ്റർ എക്സസൈസ് പിന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിത്തിങ്. ഞാൻ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. സി, ഫസ്റ്റ് വൺ, സപ്പോസ് ഇറ്റ് ഈസ് x⁻⁷ അല്ലെങ്കിൽ 5x⁻⁷ പ്ലസ് 2x³ മൈനസ് 8x പ്ലസ് 8. ഒരു പ്ലസ് എടുക്കട്ടെ, ഇവിടെ മൈനസ് എടുക്കട്ടെ. സി, യു ഫ്രെയിം യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. എപ്പോഴും യു ഫ്രെയിം. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് ഇട്ടതാണ്. ഐ എം നോട്ട് ടേക്കിംഗ് എനി ടെക്സ്റ്റ് ബുക്ക് ഓർ എനി റിസോഴ്സസ്. അതേപോലെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ. ഇഫ് യു ഫ്രെയിം യുവർ ഓൺ ക്വസ്റ്റ്യൻ, ഏതൊരു ടീച്ചർ ഏതൊരു സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ അതിൽ dy/dx കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മളെ മൈൻഡിൽ വലിയൊരു സംഭവത്തിന് ചെറുതാക്കുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. സോ x⁻⁷ അൽഗോരിതം എന്താണ്? പവർ കുറയും, 7 ഇങ്ങോട്ട് വരും, അല്ലേ? x7 × x⁻⁶ എന്നാവും. ബട്ട് ആ 7 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 5, ദാറ്റ് ഈസ് 35. എത്ര പേർക്ക് കത്തിന്ന് അറിയത്തില്ല? 5 അവിടെ ഉണ്ട്. x⁻⁷ ഡെറിവേറ്റീവ് 7 × x⁻⁶ ആണ്. ആൻഡ് യു ഡെവലപ്പ് എ മെത്തേഡ് വേർ 7 × 5 എന്ന് എഴുതാതെ, അല്ലെങ്കിൽ 5 × 7 എഴുതാതെ 35 എന്ന് എഴുതിപ്പോക്കോ. കാരണം നമ്മൾ തന്നെയാണ് 5 × 7 ചെയ്യുന്നത്. ഇനി ബുദ്ധിമുട്ടുള്ളവർ തുടക്ക സമയത്ത് 7 × 5 സൈഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ ടീച്ചർ കാണുമ്പോൾ 35 × x⁻⁶ എന്നേ ആ ആൻസർ പേപ്പറിൽ കാണാവൂ. മൈനസ് 3x² എന്നാണ്. 3 × 2 6x² എന്ന് വരുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കി 8 എന്ന് വരുന്നു. ക്ലിയർ? And 8ന്റെ ഡെറിവേറ്റീവ് is 0. And did you notice one thing? ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇരുന്ന 8നെ അതുപോലെ ഞാൻ സേവ് ചെയ്തു. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഒറ്റയ്ക്കിരിക്കുന്നു, അവനെ 0 ആക്കി. ഇത്രയേ ഉള്ളൂ ഡിഫറൻസിയേഷൻ. അതായത്
ഒരു കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് അവനെ തല്ലിക്കൊന്ന് 0 ആക്കാം. പിടിയോ? അപ്പോൾ അവനെ തല്ലാൻ എനിക്കൊരു പാടുമില്ല, അവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതേ കോൺസ്റ്റൻറ്റ് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ കൂടെ വന്നാൽ യു ഹാവ് ടു സേവ് ദാറ്റ് കോൺസ്റ്റൻറ്റ്. അതായത് ആ കോൺസ്റ്റൻറ്റ് എക്സുമായിട്ട് വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതിൻ്റെ കൂടെയാണ് വന്നതെങ്കിൽ അതിനെ സേവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനെ സേവ് ചെയ്യണം. അപ്പോൾ 8x സേവ് ചെയ്ത് 8 ആക്കി. ഇവിടെ എക്സ് ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ 2 ആണ്. 2 സേവ് ചെയ്തിട്ടുണ്ട്. 5 അപ്പോൾ ആ കോൺസ്റ്റൻസ് ഒന്നും നമ്മൾ തുടരുത്. അതേ 8 ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ നമ്മൾ അവനെ വട്ടപൂജ്യമാക്കി. ക്ലിയർ ആണോ? അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ പ്രോസസ്സ് ഓരോ ടേമിനെയും സെപ്പറേറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ ആണോ? നൗ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് പരിപാടി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ y = ഇനി ഞാൻ നോർമൽ ക്വസ്റ്റ്യൻസ് തരുന്നില്ല, ചെയിൻ റൂളും കൂടെ പറഞ്ഞു പോവാണ്. തലയിൽ കയറ്റണം. ഞാൻ സിമ്പിൾ ഒരു ചോദ്യം തരാം. e⁵5x, അതിൽ കൂടുതൽ സിമ്പിൾ ഇനി വരത്തില്ലല്ലോ. പ്ലസ് അടുത്തതെന്ന് പറയുന്നത് sin 2x മൈനസ് tan 3x. ഇതൊരു ചെറിയ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ പഠിക്കാനുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. e⁵5x ഡെറിവേറ്റീവ് നമ്മൾ 14 ഫോർമുല ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. e⁵x ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കണ്ടത്. e⁵x ഡെറിവേറ്റീവ് e⁵x ആയതുകൊണ്ടാണ്. സോ വാട്ട് ഈസ് e⁵5x ഡെറിവേറ്റീവ്? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കാവൂ. ഒരു 2 സെക്കൻഡ്സ് തരാം, നിങ്ങൾ നോക്കിക്കേ. e⁵5x ഡെറിവേറ്റീവ് എന്ത് വരുമായിരിക്കും? നോർമലി നിങ്ങൾ e⁵5x ഡെറിവേറ്റീവ് e⁵5x എന്ന് എഴുതും. കാരണം e⁵x ഡെറിവേറ്റീവ് e⁵x എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. പക്ഷേ there is a function rule in differentiation where ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ you have to differentiate again. അതൊരു റൂളാണ്. അപ്പം നമുക്കത് റൂളായിട്ടൊന്നും പഠിക്കേണ്ട, പ്രോസസ്സ് പഠിക്കാം. e⁵x ആണ് ഞാൻ പഠിച്ചത്. വാട്ട് എവർ ഐ ലേൺഡ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് e⁵x വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ആൻസർ ആണ്. ഐ ഗോട്ട് ഇറ്റ് ആസ് e⁵x. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൻ ആസ് e⁵5x അല്ലേ? e⁵5x എന്നാണ്. e⁵5x എന്നാണ് തരുന്നതെങ്കിൽ e⁵5x ഇൻറ്റു എന്നിടുന്നു എക്സിൻ്റെ കോഎഫിഷ്യൻ 5. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നല്ല കറക്റ്റ് പറഞ്ഞു തരേണ്ടത് 5x ഡെറിവേറ്റീവ് ഒന്നും കൂടി എടുക്കണം. ദാറ്റ് ഈസ് 5x ഡെറിവേറ്റീവ് തൊട്ട് മുമ്പേ കണ്ടല്ലേ 8x 8 എന്ന് എഴുതിയില്ലേ? അതേപോലെ 5x ഡെറിവേറ്റീവ് 5 എന്ന് എഴുതണം, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് ഇനി സൈൻ്റെ ആൻസർ എന്ന് പറഞ്ഞു നോക്കിക്കേ. സൈൻ്റെ ഡെറിവേറ്റീവ് ആ സ്ട്രക്ചറലി പറ. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എന്നാണ് പഠിച്ചത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നാണ് പഠിച്ചത്. അപ്പോൾ സൈൻ 2x ആദ്യം യു ടു കോപ്പി ഇറ്റ് ആസ് കോസ് 2x എന്ന് എഴുതിയിട്ട് ഇൻറ്റു ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഇൻറ്റു എന്നിട്ടിട്ട് ഈ 2x ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2x ഡെറിവേറ്റീവ് 2 ആണ്. 2x ഡെറിവേറ്റീവ് 2 ആണ്. ക്ലിയർ? ദെൻ ബൈ പ്രാക്ടീസ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. അതുകൊണ്ട് അതോർത്ത് വറി ചെയ്യേണ്ട. യു ലേൺ ദിസ്. tan 3x ചോദിച്ചു, കുഴപ്പമില്ല. ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ്റെ സ്ട്രക്ചർ എന്താ? tan എക്സിൻ്റെ എന്താ പഠിച്ചേ? sec²x. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ക്വയർ റിലേഷൻ ആലോചിച്ചാൽ മതി. sec²x. അപ്പം tan 3x എന്ത് വരും? ആൻസർ sec² 3x എന്ന് എഴുതിയിട്ട് ഇൻറ്റു 3x ഡെറിവേറ്റീവ് 3 കൂടെ വരും. ഇതാണ് ചെയിൻ റൂൾ. അപ്പോൾ 5 ഫ്രണ്ടിൽ വരും. 5e⁵5x പ്ലസ് 2 cos 3x 2x മൈനസ് 3 sec² 3x എന്ന് വരും. ഇതാണ് ഡെറിവേറ്റീവിൻ്റെ ബേസിക് ഫോർമുല. ഓക്കെ, ഇതാണ് ഡിഫറൻസിയേഷൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ക്ലിയർ? ഇനി തേർഡ് വൺ. ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ആ ലോജിക് ക്ലിയർ ആയിരിക്കണം. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. ലോഗ് ഓഫ് സൈൻ എക്സ് എന്ന് ചോദിച്ചു. യു ഹാവ് ടു ആൻസർ ലോഗ് ഓഫ് സൈൻ എക്സ് പ്ലസ് e⁵tan 1x. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പക്ഷെ ചെയിൻ റൂൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സിമ്പിളായിട്ട്. കാരണം ലോഗ് എക്സ് എന്താണ് ആലോചിച്ച് പറഞ്ഞാൽ മതി. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ആലോചിക്കുക, നല്ലപോലെ ആലോചിക്കുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് മാംഗോ എന്ന് പറഞ്ഞാൽ 1/mango എന്ന് വരും. അപ്പം ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അതാലോചിക്കുക. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, വാട്ട് ഈസ് ലോഗ് ഓഫ് മാംഗോ? ഞാൻ ഈ മാംഗോ ഒക്കെ ഇടുന്നത് നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറാനാണ്. സോ യു ക്യാൻ ഗിവ് എനി എക്സാമ്പിൾസ്. യു ക്യാൻ ഗിവ് കോക്കനട്ട് ഓൾസോ, വാട്ട് എവർ. അപ്പം ലോഗ് മാംഗോ എന്ന് പറഞ്ഞാൽ 1/mango വരും.
അപ്പൊ ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1/sin x എന്ന് എഴുതിയതിന് ശേഷം ഇൻറ്റു എന്താണോ തൻ്റെ യു അസ്യൂംഡ് ഇറ്റ് ആസ് മാംഗോ ഓർ വാട്ട് എവർ ഇസ് ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ, ആ സൈൻ എക്സിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ? ആ സൈൻ എക്സിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് എന്ന്. പിന്നെ അത് ഭാവിയിൽ കോട്ടാവും, അതൊക്കെ വേറെ കാര്യം. ക്ലിയർ? സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് കോസ് എക്സ്. ഇനി ഇ റേസ് ടു എന്ന് പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ, വീണ്ടും ഞാൻ പറയുന്നത് റെസ്പെക്ട് ചെയ്യുന്ന സാധനമാണ് ഇ റേസ് ടു. ഇ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് അല്ലേ? അപ്പൊ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് കണ്ണും പൊട്ടി കണ്ണടച്ചങ്ങ് എഴുതിയാൽ മതി. ഇ റേസ് ടു എന്തെഴുതാം? ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ക്ലിയർ? ഇൻറ്റു എന്നിട്ടിട്ട് ടാൻ ഇൻവേഴ്സ് എക്സിനെ ഒന്നും കൂടി ചെയ്യണം. അതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇല്ലാതെ നമ്മൾ ടെക്സ്റ്റ് കിടക്കുന്നതിൽ യു എടുത്തു പിന്നെ യുവിനെ മാറ്റി, അപ്പോൾ അത് ഇറ്റ് ടേക്സ് മോർ ടൈം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് എക്സാംസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ആലോചിച്ചോ 1/1 + x². ടാൻ ഇൻവേഴ്സ് എക്സ്, ഞാൻ റിപ്പീറ്റഡ്ലി ടെല്ലിങ് ടാൻ ഇൻവേഴ്സ് എക്സ് ആൻഡ് സൈൻ ഇൻവേഴ്സ് എക്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഫോർ ദ 14 ഫോർമുലാസ്. 14 ഫോർമുലയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടെണ്ണമാണ് ടാൻ ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും. ഇത്രയും എഴുതുക. ഫോർത്ത് വൺ, y = log of tan x plus sin of log x. ഇതൊക്കെ നമുക്ക് സ്പെസിഫിക്കലി പറഞ്ഞു തരാൻ പറ്റും. സ്പെസിഫിക്കലി ഈ ലോഗ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗുകാർക്ക് ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ് എന്ന് പറഞ്ഞ ചോദ്യമുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത്. അത് ചെയ്യുന്നവർ, അത് അങ്ങനത്തെ ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ലോഗ് ടാൻ എക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇനി as far as a +2 student is concerned, sin log x and cos log x 2024 കഴിഞ്ഞ വർഷവും ISCക്ക് 2024 ചോദിച്ച ചോദ്യത്തിലുണ്ട്. സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് കോസ് ഓഫ് ലോഗ് എക്സ്, സെയിം ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഈവൻ അതിൻ്റെ വാല്യൂ മാറ്റാതെ. അപ്പോൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹയർ ഓർഡർ ചെയ്യാനാണ്, സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ചെയ്യാനാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ഗെറ്റ് എ കോൺസെപ്റ്റ് അതിന് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ലോഗ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ 1/, എഴുതുക. 1/, ലോഗ് എന്ത് വന്നാലും 1/, എഴുതുമല്ലോ. 1/tan x എന്ന് എഴുതിയിട്ട് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec² x എന്ന് എഴുതാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് എഴുതാം? sec² x എന്ന് എഴുതാം. ഇനി സൈൻ ഓഫ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ സൈൻ ഓഫ്, ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന സൈൻ ഓഫ്, അതായത് യു ഹാവ് ടു ലൊക്കേറ്റ് y ആൻഡ് x. എപ്പോഴും ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ അതാണ് ഞാൻ എൻ്റെ വീഡിയോയും ഫുള്ളും കാണാൻ പറയുന്നത്. ഈ വൈയുടെയും എക്സിനെയും ലൊക്കേറ്റ് ചെയ്യുക. കണ്ടോ? അപ്പോൾ വൈയും എക്സും എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക. വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇവിടെ എക്സ് ഒരിടത്തേ ഉള്ളൂ. അപ്പോൾ സൈൻ ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് കോസ് ഓഫ് ലോഗ് എക്സ് എന്ന് എഴുതിയതിന് ശേഷം ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. പിന്നെ ബാക്കി സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വേറെയാണ്. ബേസിക് ഡിഫറൻസിയേഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് എടുക്കുന്ന രീതിയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. അപ്പോൾ വൺ മോർ സിമ്പിൾ എക്സാമ്പിൾ. കാരണം ഇതിപ്പോൾ ഞാൻ തന്നെ നോക്കിക്കോണം. സൈൻ ഓഫ് ലോഗ് എക്സ് എന്നാണ്, സൈൻ ഓഫ് ലോഗ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കിക്കോണം. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ വൺ മോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. y = സേ കോസ് ഓഫ് ലോഗ് എക്സ്. നേരത്തെ നമ്മൾ സൈൻ ഓഫ് ലോഗ് എക്സ് നോക്കി, അതേപോലെ കോസ് ഓഫ് ലോഗ് എക്സ്. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ വ്യത്യാസം കാണിക്കാനാണ് ഒരു സംഭവം തരുന്നത്. സൈൻ എക്സ് ലോഗ് എക്സ്. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് ഐ തിങ്ക് യു വിൽ ഫീൽ ഇറ്റ് ആസ് ഈസി. പക്ഷേ ഇൻ ദി എക്സാം ഹോൾ നിങ്ങൾക്ക് അത്രയും ആലോചിക്കാനുണ്ട്. കാരണം dy/dx എടുക്കുമ്പോൾ ഹിയർ നോക്കിക്കേ, ഇത് നമ്മുടെ ചെയിൻ റൂൾ അഥവാ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ച് ചെയ്യാം. കാരണം അതിൻ്റെ റീസൺ കോസ് ഓഫ് ഒരു എക്സേ ഉള്ളൂ, അത് ലോഗിനകത്ത് കിടക്കുന്നത്. സോ കോസ് ഓഫ് ദാറ്റ് ആംഗിൾ, കോസ് ഓഫ് മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് സൈൻ ഓഫ് മാംഗോ എന്ന് എഴുതിയതിന് ശേഷം എന്ത് ക്വാണ്ടിറ്റി ആണോ അത് എഴുതിയതിന് ശേഷം ഇൻറ്റു എഴുതുന്നു. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് എഴുതുന്നു. ക്ലിയർ? പക്ഷെ ഇവിടെ നിങ്ങൾ സൈൻ ഓഫിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എന്ന് എഴുതാൻ പോകരുത്. കാരണം എന്താണ്? there are two functions. ശ്രദ്ധിക്കുക, there are two functions. എക്സ് ഇവിടെയുണ്ട്. അത് സൈൻ എക്സ് ഇൻക്ലൂഡിങ് ആംഗിൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, ലോഗ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. സോ ഐ എം ഗോയിങ് ടു അണ്ടർലൈൻ ദീസ് ടു തിങ്സ്. സൈൻ എക്സ് വേറെ, ലോഗ് എക്സ് വേറെ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാം. എന്താണ് ആൻസർ? എന്തായിരിക്കും? പ്രോഡക്റ്റ് റൂൾ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. പ്രോഡക്റ്റ് റൂൾ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. എൻ്റെ രണ്ട് പ്രോഡക്ട്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ,
ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ 2 ഫ്രണ്ടുണ്ട്, തല്ലണമെങ്കിൽ ഒരാളെ മാറ്റി നിർത്തി മറ്റേ തല്ലുക. അപ്പോൾ നമ്മൾ സൈൻ എക്സിനെ അവിടെ മാറ്റി നിർത്തി ലോഗ് എക്സിന് ഇട്ട് പൊട്ടിക്കുന്നു, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുത്ത് പൊക്കോ, ഇനി ഫോർമുല എഴുതിക്കൊണ്ട് നിൽക്കണ്ട. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 1/x. അല്ലെങ്കിൽ ഓർ കേട്ടോ, നമ്മൾ മാത്സിൽ ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഞാൻ 3ാമത്തെ പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഓർ എന്ന് വെച്ചാൽ പ്ലസ് ആണ്. അപ്പോൾ ലോഗ് എക്സ് കോപ്പി അടിച്ച് എഴുതുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ബാക്കി സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. യു ക്യാൻ ഗിവ് എനി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ വേണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് ചോദിക്കുകയോ ചെയ്യാം. എന്ത് ക്വസ്റ്റ്യൻസ് വേണോ ഇടാം, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡിഫറൻസിയേഷൻ അങ്ങനെ ഒരു യൂസ് ഉണ്ട്. എനിത്തിങ് ചിലതൊക്കെ ഫോർമുലാസ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്, 1 - x/1 + x എന്നെങ്ങാനും തന്നു എന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ തന്നാൽ ചെയ്യാം. 1/√1 - എടുത്ത് അയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ചെയ്യാം. പക്ഷേ അതിനേക്കാളും എളുപ്പം എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അതൊഴികെയുള്ള എല്ലാം, അതിന് മുന്നേ ഉള്ള ഇതിന് ഞാൻ സൈൻ വേഴ്സ് ഇടാതെ നോർമലി തരുവാണ്. 1 - x/1 + x. ആദ്യം അത് നമ്മൾ പ്രാക്ടീസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാം. സോ വാട്ട് ഇസ് dy/dx? whenever you analyze a question, ആദ്യം നോക്കുക ഇതിലെ എക്സ് ലൊക്കേറ്റ് ചെയ്യുക. എക്സ് എവിടെയൊക്കെ ഉണ്ട്? ന്യൂമറേറ്ററിലുമുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ടെങ്കിൽ കോഷ്യൻ റൂൾ ആയിരിക്കും. കോഷ്യൻ റൂൾ വെച്ച് ചെയ്താൽ മതി. കോഷ്യൻ റൂൾ എന്താണ്? ഒരു വര വരയ്ക്കുക. എപ്പോഴും എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇൻ എ സ്പെസിഫിക് മാനർ വെയർ dy/dx എഴുതുന്ന ഈക്വൽ ടു ഈ ലൈനും ഒക്കെ ഒരേ ലൈനിലായിരിക്കണം. ആ ടീച്ചർ തരുന്ന ഈക്വൽ ടുവിൻ്റെ താഴെ തന്നെ ഈക്വൽ ടു കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഡിനോമിനേറ്റർ കൃത്യമായിട്ട് 1 + x എഴുതുന്നു. ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. 1 ഇസ് എ കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് 0 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ -1 എന്ന് വരും. ബ്രാക്കറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ തെറ്റിക്കും. മൈനസ് ഇടുന്നു, ന്യൂമറേറ്റർ എഴുതുന്നു, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1ൻ്റെ ഡെറിവേറ്റീവ് ഇസ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 1. അത് എഴുതേണ്ട കാര്യമില്ല, എന്നാലും എഴുതിയെന്ന് വെച്ചു. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ റൂളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് താഴെ കിടക്കുന്ന ആൾ ആദ്യം കൈപിടിച്ച് മേലെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. താഴെ കിടക്കുന്ന ആൾ മുകളിൽ വന്നു, മുകളിലത്തെ ആളുടെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ആളിൻ്റെ താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ആൻഡ് യു ഗെറ്റ് ദ സിംപ്ലിഫിക്കേഷൻ ലൈക്ക് മൈനസ് വിൽ കം ഇൻസൈഡ് ആൻഡ് യു വിൽ ഗെറ്റ് ഈക്വൽ ടുവിൻ്റെ കറക്റ്റ് താഴെ ഈക്വൽ ടു, ദെൻ എ ലൈൻ ഹിയർ -1 +1 ഇവിടെ വരുമ്പോൾ -x ആവുന്നു. -1 മൈനസും മൈനസും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ബ്രാക്കറ്റ് ഇടണം. മാത്രമല്ല ഈ മൈനസൊക്കെ അകത്ത് കയറുമ്പോൾ ഇതൊരു ഫാമിലിയാണ്. അവിടെ 2 പേരുണ്ട്, 2 കുട്ടികളുണ്ട് ഒരു വീട്ടിൽ. ഞാൻ ഒരാൾക്ക് മാത്രം ഒരു ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നത് ശരിയാണോ? 2 പേർക്കും കൊടുക്കണം. അപ്പം -1 ഉണ്ട്, -x ഉണ്ട്. അപ്പം -1 മൈനസും മൈനസും +x 1 + x the whole square എന്ന് വരുന്നു. അപ്പോൾ ഈ -x and +x ക്യാൻസൽ ആവുന്നു. -2/1 + x the whole square ആവുന്നു. പ്ലീസ് ചെക്ക് ഇറ്റ് വൺസ് മോർ. കറക്റ്റ് ആണോന്ന് ഒന്നുകൂടെ നോക്കുക. ഞാൻ സ്പീഡ് ചെയ്തതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ടു ഡു കോഷ്യൻ റൂൾ. അപ്പോൾ ഇതുപോലെ യു ക്യാൻ ഗിവ് n number of examples. ഏത് ക്വസ്റ്റ്യൻ ഞാൻ ഐ വിൽ ഗിവ് യു 2 more examples and then wind up the section. ഈ ഒരു സെക്ഷൻ, കംപ്ലീറ്റ് സെക്ഷനിൽ നമ്മൾ നോക്കിയത് അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ഫോർമുല, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൻ്റെ ഫേർദർ കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കാം. ഇംപ്ലിസിറ്റ് ഉണ്ട്, പാരാമെട്രിക് ഉണ്ട്, ലോഗറിതമിക് ഉണ്ട്, ഹയർ ഓർഡർ ഉണ്ട്. ഇതെല്ലാം എൻറ്റയർലി ഡിഫറൻസിയേഷൻ്റെ സോൾ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു 5^x കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് പറയാം. 5^x മൈനസ് e⁻log 3x പ്ലസ് log e⁻5x. ഇത് ഞാൻ തന്നത് ഐ വോണ്ട് ടു ടെൽ യു 2 things. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പം തന്നെ ചാടിക്കയറി അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്. അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിത് നോർമൽ ഒരു കുട്ടി ചെയ്യുന്ന കാണിച്ചു തരാം. ആസ് എ നോർമൽ സ്റ്റുഡൻറ്റ് ഐ എം ഡൂയിങ് ലൈക്ക് ദിസ്. 5^x ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. a⁻x ഡെറിവേറ്റീവ് a⁻x log a, a⁻x log a. അത് ബൈ ഹാർട്ട് ചെയ്ത് എഴുതാം. 5^x log 5. അത് ഞാനും അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മൈനസ് e⁻ ഇപ്പോൾ മറ്റേ
ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇ റേസ് ടു മാംഗോ എന്ന് പറഞ്ഞാൽ 1/മാംഗോ ആണ്. ഇൻറ്റു മാംഗോയുടെ ഡെറിവേറ്റീവ് ലോഗിൻ്റെത് ഇ റേസ് ടു മാംഗോ അല്ലേ. അപ്പോൾ 1/log 3x ഇൻറ്റു log 3xൻ്റെ ഡെറിവേറ്റീവ് 1/3x ഇൻറ്റു 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യും. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു എന്ന് പറയും. അപ്പോൾ ഇത് ടേക്സ് മച്ച് ടൈം, അല്ലെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ 2 റിസൾട്ട് പറയാം. ഇത് ഞാൻ മനഃപൂർവ്വമാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. സോ പ്ലീസ് ലിസൺ. അത് ഒന്ന് ഇ റേസ് ടു ലോഗും തമ്മിലുള്ള ബന്ധം അറിയാനാണ്. മാത്സിൽ ഇ റേസ് ടുവിൻ്റെ ശത്രു എന്ന് പറയുന്നത് ലോഗരിതമാണ്. ലോഗരിതത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഇ റേസ് ടു ആണ്. ദേ ആർ എനിമീസ്. ആലോചിക്കുക, ലോഗരിതം ആൻഡ് എക്സ്പോണൻഷ്യൽ ആർ ഓൾവേസ് എനിമീസ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇ റേസ് ടു ലോഗ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ റിസൾട്ട് ഒന്ന് പഠിപ്പിക്കാനും പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇ റേസ് ടു ലോഗ് എ ആണ്, ഇ റേസ് ടു ലോഗ് എക്സ് എക്സ് ആണ്, ഇ റേസ് ടു ലോഗ് വൈ ആണ്. അതുപോലെ ലോഗിൻ്റെ പ്രോപ്പർട്ടി 3 എണ്ണമാണ്. വാട്ട് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി? ആലോചിച്ച് പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി? ലോഗ് എ ബി വരും. വാട്ട് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി? ഞാൻ റഷ് ചെയ്യുന്നില്ല, ബിക്കോസ് ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടൈം എടുത്ത് പറയുന്നത്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്, ലോഗ് എ ബി ആണ്. അതേസമയം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല, ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫ്രണ്ടിലോട്ട് വരും. ബി ഫ്രണ്ടിലോട്ട് വരുന്നത് ബി ലോഗ് എ എന്ന് വരും, ബി ലോഗ് എ എന്ന് വരും. ഓക്കെ, പവർ താഴോട്ട് വരും കോയിഫിഷ്യൻ്റ് പവറായിട്ടും വരും. അപ്പോൾ ഈ റിസൾട്ട് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇ റേസ് ടു ലോഗ്, അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് ഈ റിസൾട്ടും ഈ റിസൾട്ടും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, സോ ശ്രദ്ധിച്ചോണം. ഇനി ഞാനിത് ചെയ്യാൻ നിൽക്കുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പോകുന്നത് അല്ലേ. ഞാൻ dx എഴുതുന്നതിന് മുന്നേ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു ലോഗ് 3x എന്താണെന്ന് ചോദിച്ചാൽ, ഇ റേസ് ടു ലോഗ് എ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇ റേസ് ടു ലോഗ് 3x എന്ന് ചോദിക്കുമ്പോൾ ആൻസർ വിൽ ബി 3x. ക്ലിയർ? ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വാട്ട് ഈസ് ലോഗ് എനി നമ്പർ റേസ് ടു ബി ഫ്രണ്ടിൽ വരും അല്ലേ, ബി ലോഗ് എ എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ 5x നേരെ ഫ്രണ്ടിലോട്ട് തട്ടുക, 5x ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. ആൻഡ് യു നോ ദാറ്റ് ലോഗരിതം ഇവിടെ പറഞ്ഞത് ടു ദ ബേസ് ഇ ആണ്. അപ്പം നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവ് അല്ല, നാച്ചുറൽ ലോഗരിതം ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. ക്ലിയർ? അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് 5 raised to x minus 3x plus 5x. അതെന്താണെന്ന് ചെയ്യാം, 3x minus 5x ചെയ്യാം. ബട്ട് dy/dx അങ്ങ് ചെയ്യാം. ഐ നോ 5x minus 3x 2x ആണെന്നൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഡയറക്റ്റ് അങ്ങ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. 5 raised to x ഡെറിവേറ്റീവ് 5 raised to x log 5. പിന്നെ 3x ഡെറിവേറ്റീവ് മൈനസ് 3x ഡെറിവേറ്റീവ് -3, 5x ഡെറിവേറ്റീവ് 5. ഞാൻ റഷ് ചെയ്തതല്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തൊരാൾക്കേ ഇത് മനസ്സിലാവുള്ളൂ. ആ റിസൾട്ട് വെച്ച്, അതായത് വാട്ട് ഐ എം ടെല്ലിങ് ഇസ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഡോണ്ട് റൈറ്റ് dy/dx ആസ് സച്ച്. അപ്പം തന്നെ യു അനലൈസ് ദ ക്വസ്റ്റ്യൻ. ഇഫ് ദർ ഇസ് എനി സിംപ്ലിഫിക്കേഷൻ, ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത റൂൾ ആയിരിക്കും. ഇപ്പം പഠിച്ചല്ലോ, ഇ റേസ് ടു ലോഗ് എ ആണ്. അപ്പം ഇ റേസ് ടു ലോഗ് 3x ആണ്. അപ്പം ലോഗ് സംതിങ് റേസ് ടു എന്ന് പറഞ്ഞാൽ ലോഗിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പവർ കോയിഫിഷ്യൻ്റ് ആവുക, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് പവർ ആകുക എന്നുള്ളത്. ക്ലിയർ? അത് ലോഗിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫംഗ്ഷൻസിനും ഇല്ല. അപ്പോൾ 5x ചാടി ഇവിടെ വരുന്നു, ലോഗ് ഇ 1 ആണ്. എത്ര ഇൻഫർമേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു? കാരണം ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചു. ലോഗ് ഇ 1 ആണെന്ന് പഠിച്ചു, ലോഗ് എ റേസ് ടു ബി പഠിച്ചു, ഇ റേസ് ടു പഠിച്ചു, ഇതിൻ്റെ കയ്യിലും ഡെറിവേറ്റീവും പഠിച്ചു. ഇതാണ് ചില ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ക്ലിയർ? സോ ആൻഡ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ ടു എൻഡ് ദിസ് സെക്ഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. y ഇസ് ഈക്വൽ ടു സേ ടാൻ ഇൻവേഴ്സ് എന്ന് വരുന്നു. ടാൻ ഇൻവേഴ്സ്, കാരണം ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് ടാൻ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് x² എന്നാണ് നമ്മൾ ഇടുന്നത്. ആൻഡ് ഐ എം ഗോയിങ് ടു റൈറ്റ് വൺ മോർ തിങ്, റൂട്ട് എക്സ് വേണ്ട, സോറി, റൂട്ട് x² പ്ലസ് 9. ക്ലിയർ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/1 പ്ലസ് ഒരു സംഭവത്തിൻ്റെ സ്ക്വയർ. ബിക്കോസ് വി ലേൺ ഇറ്റ് ആസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1/1 പ്ലസ് x² ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് x² 1/1 പ്ലസ്
എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ, ബിക്കോസ് ഇതാണ് മാംഗോ എങ്കിൽ മാംഗോയുടെ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 2x പ്ലസ്, ക്ലിയർ ആണോ? റൂട്ട് ഓഫ് സംതിങ്, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ യൂസ് ചെയ്തില്ലായിരുന്നു, കുറേ നേരത്തെ പഠിച്ച റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ 1/2 റൂട്ട് എക്സ്, ആ എക്സ് അല്ല, ആ സംഭവം മൊത്തം എഴുതുന്നു ഇൻറ്റു എന്താണോ താൻ കോപ്പി അടിച്ച് എഴുതിയ സംഭവം അതിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, 9ന്റെ ഡെറിവേറ്റീവ് ഈസ് എ മൊട്ട. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യുക. പിന്നത്തെ കാര്യമൊക്കെ പിന്നെ ബാക്കി സിംപ്ലിഫിക്കേഷൻ, പിന്നെ ദിസ് വിൽ ഈൽഡ് x raised to 4 ആൻഡ് അതർ തിങ്സ് ആർ ദർ. അത് മൈൻഡ് ചെയ്യരുത്. ക്ലിയർ? അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം കൂടി, ലാസ്റ്റ് വൺ, y equal to root x plus 1/root x the whole square. Suppose the question is like this, and we usually find that the students do it in a chain rule അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ചെയ്യും. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് if there is any simplification, basic simplification ആണ് a plus b the whole square, അല്ലേ? root x the whole square plus 1/root x a square plus 2ab, അല്ലേ? 2ab plus b square. ക്ലിയർ? അപ്പൊ എന്ത് വരും? ഇപ്പോഴും ഞാൻ ഡെറിവേറ്റീവ് എടുത്തിട്ടില്ല, ഇത് y ആണ്. ക്ലിയർ? റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ആരാ? എക്സ് ആണ്. കാരണം സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടി പോകും. എല്ലാവർക്കും അറിയാം അതെങ്ങനെ വന്നു. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ x raised to half ആണ്, all raised to 2 ആണ്. ക്യാൻസൽ ആകുമ്പോൾ എക്സ് കിട്ടും. വാട്ട് എവർ, ഇത് എക്സ് അല്ലേ, ഇത് എക്സ് അല്ലേ? റൂട്ട് എക്സും പോയപ്പോൾ 2 അല്ലേ? ഇതെന്ത് വരും? 1/x അല്ലേ? ഇനി നീ ധൈര്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. ദെൻ ദിസ് ഇസ് ഇൻ അവർ കോട്ട്. കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 2ന്റെ ഡെറിവേറ്റീവ് ഇസ് എ മൊട്ട, ആൻഡ് 1/xന്റെ ഡെറിവേറ്റീവ് ഇസ് -1/x സ്ക്വയർ. തീർന്നില്ലേ? സോ ഇറ്റ്സ് എ സിമ്പിൾ തിങ് ടു ഡു. അപ്പം എത്ര ക്വസ്റ്റ്യൻസ് വേണോ യു ക്യാൻ ഹാവ് ദി ഡെറിവേറ്റീവ്സ്. ആൻഡ് വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, വെരി സിമ്പിൾ ചാപ്റ്റർ ആണ് ഡിഫറൻസിയേഷൻ. ഇഫ് യു ലേൺ വൺ വെൽ, അതിൽ ഒന്നാമത്തെ കാര്യം ഇൻ്റഗ്രേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞിരുന്നതെങ്കിൽ ഐ ക്യാൻ സേ ഒരു 5 ഫോർമുല അല്ലെങ്കിൽ 10 ഫോർമുലാസ് 20 ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇൻ്റഗ്രബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഇൻ്റഗ്രേറ്റ് സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്ത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പാടായിരിക്കും. ബിക്കോസ് ദർ ആർ സർട്ടൻ റൂൾസ്, ദർ ആർ സർട്ടൻ മെത്തേഡ്സ്. കൂടുതലും മെത്തേഡ്സ് ആണ്, സേ സബ്സ്റ്റിറ്റ്യൂഷൻ, സേ പാർഷ്യൽ ഫ്രാക്ഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഡിഫറൻസിയേഷൻ അതല്ല. ഇനി നിങ്ങൾക്ക് ഇംപ്ലിസിറ്റോ ഹയർ ഓർഡറോ പാരാമെട്രിക്കോ എന്തുണ്ടെങ്കിലും ഡിഫറൻസിയേഷൻ്റെ ബേസിക്സ് ഈ 14 ഫോർമുലാസ് ആണ്, പ്ലസ് 2 റൂൾസും ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, പ്രൊവൈഡ് യു നോ ദി ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഇപ്പം ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും റൂളായിട്ട് പഠിക്കേണ്ടത്. റൂൾ വേണ്ട, മെത്തേഡ് വെച്ച് പഠിക്കുക. വി സോൾവ് ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ആൻഡ് യു ഹവ് ടു ഡു മോർ ക്വസ്റ്റ്യൻസ്. യു ഫ്രെയിം യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യുക. ആൻഡ് യു സ്റ്റാർട്ട് ഡിഫറൻഷിയേറ്റിംഗ് യൂസിങ് ദോസ് ഫോർമുലാസ്. ദെൻ യു വിൽ ലേൺ ഓൾ ദി ഫോർമുലാസ്. ഞാൻ അതിൽ യൂസ് ചെയ്യാത്ത ഒരു ഫോർമുലയും കൂടെ പറഞ്ഞിട്ട് ഐ എം സ്റ്റോപ്പിംഗ് ദ ക്ലാസ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്യാൻ മറന്നുപോയൊരു ഫോർമുലയാണ് സീക്ക് ഒക്കെ. സോ യു ക്യാൻ ഗോ ഫോർ സീക്ക്. ലാസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് y is equal to sec 3x plus tan 9x. സോ അതും കൂടെ ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ബട്ട് സീക്കിൻ്റെ ഫോർമുല, സ്റ്റാർട്ട് ആൻസറിങ് ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു. സീക്കിൻ്റെ ആൻസർ വരുമ്പോൾ sec x tan x. ബട്ട് ഐ എം നോട്ട് റൈറ്റിംഗ് sec x tan x. ഞാൻ എഴുതുന്നത് sec 3x tan 3x എന്നാണ്, ഇൻറ്റു 3 എന്ന് എഴുതുന്നു. പ്ലസ് ടാനിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ 9x ഇൻറ്റു 9xൻ്റെ 9. ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തരാതെ ഡയറക്റ്റ്ലി എഴുതിയത് ബിക്കോസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നോ ഡെറിവേറ്റീവ്സ് വെൽ. ആ ഒരു രീതിയിലെത്തണം. ഇത്രയും കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഡിഫറൻസിയേഷനിൽ നിന്ന് സോൾവ് ചെയ്യാം. സോ ഈ പഠിച്ച ഫോർമുലാസ് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ഫോർമുലാസ് എല്ലാം ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിനാണ് പ്രശ്നം. നേരെ ഫോർമുല ഹൊറിസോണ്ടലായിട്ട് പഠിക്കാൻ നോക്കും, തലയിൽ കയറത്തില്ല. സോ യു ഡു വൺ തിങ്, ഇതിന് ബ്ലർട്ടിംഗ് മെത്തേഡ് എന്ന് പറയും. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് യു ഡു വൺ തിങ്, 1 to 14 ഫോർമുലാസും 2 റൂൾസും. നമ്മൾ 2 റൂളൊക്കെയാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് റൂളും ക്വോഷ്യൻ റൂളും. ആലോചിച്ചെടുത്ത് ചെയ്യുക. 14 ഫോർമുലാസിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം എഴുതുക. ക്ലിയർ? ക്വസ്റ്റ്യൻ മാത്രം എഴുതുമ്പോൾ യു ക്യാൻ സേ ദി ഓർഡർ ആസ് x raised to n x 1/x root x കോൺസ്റ്റന്റ്. 5 സെറ്റാണേ. പിന്നെ വരുന്ന ഏതൊക്കെയാണ്? ബാക്കി വരുന്ന log x, e raised to x, a raised to x.
അതുപോലെ ട്രിഗ്നോമെട്രിയുടെ ബാക്കി 3 അതുപോലെ ഇൻവേഴ്സിൻ്റെ 3. സോ ഈ സെറ്റായിട്ട് ഫോർമുലാസ് ഓർഡറിൽ എഴുതിയിട്ട് ആൻസർ പിന്നീട് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു പേപ്പർ എടുക്കും, ഇഫ് ടേക്കൻ A4 പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിക്ക് മടക്കി വെച്ചതിന് ശേഷം യു ഫോൾഡ് ഇറ്റ്, ഒരു സൈഡിൽ ക്വസ്റ്റ്യൻസ് എഴുതുക, മറു സൈഡിൽ ആൻസർ എഴുതുക. കാരണം യു ഹാവ് ടു ആസ്ക് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിങ്ങൾ ഫോർമുലാസ് ഒന്ന് പഠിച്ചു നോക്കൂ. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇത്രയും നോക്കിയ എക്സാമ്പിൾസ് അത് എല്ലാം ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ച് ചെയ്ത എക്സാമ്പിൾസ് ആണെങ്കിലും അത് മാത്രമല്ല ബേസിക് ഡിഫറൻസിയേഷൻ ആണെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യാമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഐ ഗ്യാരണ്ടി ദാറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.